ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ ഒരു 8:30 ആയപ്പോൾ എനിക്ക് നീറ്റു. പിന്നെ ഇതാ കുറച്ച് റെഡിയായി ഭക്ഷണമൊക്കെ എടുക്കുന്നതാണ് നമ്മുടെ അടുക്കള. അപ്പോൾ ഭക്ഷണമൊക്കെ നമ്മൾ റെഡിയാക്കി. ഇതാണ് നമ്മുടെ ഭക്ഷണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കുള്ളത് ചെമ്പാപ്പുട്ടാണ്. ചെമ്പാപ്പുട്ടും നല്ല കടലക്കറിയാണ്. അപ്പോൾ അതെ അമ്മ വെച്ചുണ്ടാക്കി പോയതാണ്. അമ്മയ്ക്ക് ഇന്ന് ബ്രേക്ക് ഇല്ല പറഞ്ഞു രാവിലെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി പോയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു 8:30 ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അടിപൊളിയാണ് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഈ പുട്ടൊക്കെ ഉണ്ടാക്കി നോക്കിക്കുക, അടിപൊളിയാണ്. ചിരട്ടപ്പുട്ട് പോലത്തെ അങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കുക. അപ്പോൾ അത് കഴിഞ്ഞൊരു ഗൈസ് ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല വിശപ്പ്. പിന്നെ 1 മണിയൊക്കെ ആകുമ്പോൾ ചോറ് ഉണ്ടാവാനൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ബദാമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് വൈകുന്നേരം നീന്താൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം ഉണ്ടോ നോക്കാൻ പോയതാണ്. ബട്ട് ഗൈസ് നമുക്ക് ഭാഗ്യമില്ല ഒന്നുണ്ട്, വെള്ളം ഭയങ്കര കുറവാണ്. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും വെള്ളം ഹൈറ്റൈഡ് ആവുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മളെന്തായാലും നീന്താൻ പോകുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മാൽഡീവ്സിലെ വിശേഷങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് ഗൈസ് ഇന്നലെ ഞങ്ങളൊന്ന് കടലിൻ്റെ അവിടേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് ഷെല്ല്. എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ നിന്ന് കടലിൽ നിന്ന് കിട്ടിയ ഷെല്ല്, അതിൻ്റെ അടി കുറച്ചങ്ങോട്ട് പോയപ്പോൾ കിട്ടിയ ഷെല്ലാണ്. ഇതൊക്കെ ഇവിടെ അങ്ങനെ കിട്ടും. നല്ല രസമല്ലേ കാണാൻ, നല്ല അടിപൊളി ഷെല്ലാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഗൈസ് നമ്മളിതാ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. പിന്നെ ഗൈസ് ഇവിടുത്തെ ഒരു വീടിൻ്റെയൊക്കെ ഒരു കോലമൊക്കെ ഇങ്ങനെയാണ്. ഇത്ര വലിയ വീടാണെങ്കിൽ ഒരു വീട്ടിലൊരു ഗേറ്റോ അങ്ങനെയുള്ള സംവിധാനം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. നമ്മുടെ വീട്ടിലൊന്നും ഗേറ്റ് ഒന്നും ഇല്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം. പക്ഷേ ഗേറ്റോ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത വീടുകൾ, എങ്ങനത്തെ വീട് തന്നെയാണ് ഭൂരിഭാഗവും അതിലുള്ളത്. വീടുകൾക്ക് ജസ്റ്റ് ഒരു മതിലുണ്ടാവും, ചില വീടുകൾക്ക് അതും കൂടി ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ്. പിന്നെ ഇവിടെ ഇരിക്കാൻ നേരത്തെ കണ്ട പോലത്തെ ചെയറാണ്. ഇത് പിന്നെ നമ്മുടെ വാട്ടർ പ്ലാന്റ് ആണ്. ഈ ഐലൻഡിലേക്ക് കടലിൽ നിന്ന് വെള്ളം വലിച്ച് അത് പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വാട്ടർ പ്ലാന്റ്. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ പള്ളി. ഇവിടെ ഏറ്റവും കൂടുതലും മുസ്ലിംസാണ്. ഇതൊരു മുസ്ലിം കൺട്രിയാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് പള്ളിയാണ്. നമ്മുടെ നാട് പോലെയൊന്നുമില്ല, ദുബായ് കൺട്രി പോലെ ഒരു കൺട്രിയാണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ പള്ളി ഇതാണ്, മൊസ്ക് ഇതാണ്. അപ്പോൾ നല്ല അടിപൊളിയല്ലേ, എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. നല്ല ചെറിയൊരു പോലീസ് സ്റ്റേഷൻ, പക്ഷേ അകത്ത് നല്ല സെറ്റപ്പാണ്, നല്ല അടിപൊളി. പക്ഷേ നമുക്ക് അകത്ത് കയറ്റൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഇവിടുത്തെ കൗൺസിൽ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് പോലത്തെ ഒരു ഓഫീസാണ് ഇവിടുത്തെ. നല്ല അടിപൊളിയാണ്. ഇതാണ് ഇവിടുത്തെ കൗൺസിൽ ഓഫീസ് എന്നാണ് ഇവിടെ പറയുക. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒക്കെ ഉള്ളൊരു സ്ഥലം, അതാണ് ഇവിടുത്തേത്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായി പാർക്കൊക്കെ, പിള്ളേർക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ശരിക്കും ചിലവരൊക്കെ റിസോർട്ടിലേക്ക് പോയിട്ടൊക്കെ ചെയ്യുക. പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ കോർട്ട്, ഫാമിലി കോർട്ടാണ്. ഇവിടെ ഫാമിലി കോർട്ടുള്ള ക്രിമിനൽ കോർട്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ ഐലൻഡ് കോർട്ടാണ്, അതായത് ഡിവോഴ്സ് അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്ന കോർട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് റത്തഫന്തു മജിസ്ട്രേറ്റ് കോർട്ട്. അപ്പോൾ നമ്മുടെ ഐലൻഡിൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി, റത്തഫന്തു എന്നാണ് നമ്മുടെ ഐലൻഡിൻ്റെ പേര്. അപ്പോൾ ഗൈസ് ഇതൊക്കെ തന്നെയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്ന് വെള്ളമൊക്കെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പിന്നെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും വെള്ളമൊക്കെ കയറി. പിന്നെ നമ്മൾ നീന്താൻ ഇറങ്ങി. ഇത് നീന്തി കഴിഞ്ഞിട്ടുള്ള കോലവാട്ടോ, ആകെ കൂടി മണ്ണിലൊക്കെ നനഞ്ഞ് കുളിച്ച് ആകെ കൂടി ഇതായി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് തന്നെ നിർത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.